കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ദാസനത്തോടെ അനുഗ്രഹമായ ദൈവത്തിൻ്റെ ആലോചന സംഘത്തിന് 6-ാം അധ്യായത്തിൽ കൂടെ ഒരു രാജാവിൻ്റെ വേദനകളും പ്രയാസങ്ങളും അവൻ പ്രവഹിക്കുന്നതും അത് മരണവേദനകളും അവൻ ദൈവത്തോട് നിലവിളിച്ച് സൗഖ്യം പ്രാപിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. राजा इज़राइल में होते हुए खिलाफत है, उसका जो तकलीफ है, मृत्यु की वेदना है, प्रभु से छुटकारा पाने की आशा रखते हैं. Praise the Lord. നമ്മൾ ഈ തിരുമേശയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഏറെ കരയുകയും ഏറെ വേദനിക്കുകയും രോഗികളൊന്നുമായി മാറാതെ നമ്മുടെ കുടുംബം മരുഭൂമിയുടെ അവസ്ഥയിലേക്കാകാതെ നമ്മൾ തകർന്നു പോകാതെ നമ്മുടെ ജീവിതം തകർന്നു പോകാതെ ഏറെ ശ്രദ്ധയോടെ ഓരോ ദിവസവും കരുകൾ പ്രാപിച്ച് മടങ്ങി വരേണ്ടത് ആവശ്യമായി. के सामने हम हालेलुया बहुत ही डर के साथ आंसू के साथ आए. ये हालेलुया मेज हमारे जीवन में किसी भी से न्याय का कारण ना बन जाए. हमारे व्यक्तिगत जीवन में, हमारे परिवार में कोई हालेलुया ये हालेलुया निर्बल रोगिया सो ना जाए, लेकिन हाँ परमेश्वर के भरपूर में जीवन बिताने के लिए अपने आप को अर्पण करें. നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. കേരളത്തിലൊക്കെ അനേക കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന हम जब हालेलुया प्रभु के चरणों में रहते हैं, अपने बारे में, अपने बच्चों के बारे में सब सोचना है. केरला में हालेलुया हमारे भी आजू बाजू में बहुत सारे बच्चे इन दिनों में नाश हो जाए. മാതാപിതാക്കളെ കൊല്ലുക, മാതാപിതാക്കൾ മക്കളെ കൊല്ലുക എന്ന് വേണ്ട ആകെ പ്രശ്നങ്ങളുടെ ഭാഗമാണ്. कई जगह पे माँ बाप बच्चों को मारते हैं, बच्चे लोग माँ बाप को मार डालते हैं. लोगों के अंदर से शांति भंग हो गई. നിർക്കതാണം ദൈവത്തെ അതിനെ കുടുംബത്തിലൊരു സംഭവം നടക്കും. प्रभु को जाने हुए परिवारों में भी कई बार ऐसी बातें होती. പക്ഷേ അവിടുത്തെ ഒരു മകൻ്റെ വിഷയം അത് വലിയ വിഷയങ്ങളായി അവനും ഒരു കൊലയൊക്കെ നടത്തി ആ ഒരു വിഷയങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കാണും. उधर का बेटा कोई गलत कामों में गया और बाद में उसने कत्ल वगैरह कर दिया. इसके बारे में सुना. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഭവവും ഇല്ലായെങ്കിൽ എല്ലാ ഭവനങ്ങളും നമ്മുടെ വീടുകളും തകർന്നു പോകാനിടയാണ്. यदि पवित्र आत्मा की उपस्थिति हमारे जीवन हमारे परिवारों में नहीं तो हम नाश की ओर चले जाएंगे. ഒരാൾ തെറ്റിയാൽ ആ ഭവനം മൊത്തം തെറ്റാനിടയാണ്. एक व्यक्ति हालेलुया जब गलत राहों पे चले जाता है पूरा परिवार हालेलुया नष्ट हो जाता है. യുദ്ധത്തിൽ തോക്കാനിടയാണ്. यारों को हम कभी भी युद्ध में हार ना जाए. നമുക്കറിയാം, ആഹാനെ കുറിച്ചറിയാം. ആഹാൻ ഒരു യുദ്ധത്തിൽ ബാബിലോണിയ മേലങ്കിയും ഇതൊക്കെ മോഷ്ടിച്ചു. അവസാനം ആഹാൻ മുഖാന്തരം സ്വയം തോറ്റുവാൻ. माँ खान के बारे में जानते हैं, उसने सोने की ईंट चादर वगैरह चोरी कर लिया, जिसकी वजह से हालेलुया लोग हार गए. വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം ശുദ്ധീകരണം പ്രാപിച്ചു തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. मैं विश्वास करता हूँ आप लोग मन में पवित्रता के साथ तालीम मेज लेने के लिए उद्धार पाके बपतिस्मा लेते हैं. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഇരുപ്പിൽ തന്നെ കഴുകൽ പ്രാപിക്കണം. नहीं तो अभी बैठे हुए अवस्था में ये समय आप सदुपयोग करें और प्रभु के चरणों में अपने पापों को कबूल करके प्रभु से माफी मांगे. എന്നോട് करुण കാണിക്കണം. प्रभु से कहे मुझ पर दया कर. എൻ്റെ തെറ്റ് ക്ഷമിക്കണം. मेरे गलतियों को माफ कर. എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. मुझे मेरे परिवार को हालेलुया उद्धार दे. എൻ്റെ ചർച്ചിനെ രക്ഷിക്കണം. मेरे हालेलुया इस मंडली को छुटकारा दे. ഞാൻ പാർക്കുന്ന ദേശത്തെ രക്ഷിക്കണം. प्रभु जी मैं रहते हुए ये पूना शहर उद्धार मिलता है. തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കും. हालेलुया हम जिस भी परिस्थिति में रहते हैं वहाँ पर प्रभु से प्रार्थना करें. നമ്മുടെ ആവശ്യമാണ്. ये हमारी जरूरत है. അല്ലെങ്കിൽ നമ്മൾ തകർന്നു. नहीं तो हालेलुया हम थकते हैं. നിങ്ങൾക്ക് അനേക ഭവനങ്ങളെ കുറിച്ച് അറിയാം അങ്ങനെ സംഭവിച്ചത്. मैं कई परिवारों को जानता हूँ जो टूट गया. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി ഇത് കണക്കാക്കരുത്. हम कोई भी बात हालेलुया साधारण न समझें. ഏറെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം. हमारे जीवन बहुत ही डर के साथ आगे ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അല്ലെങ്കിൽ ഓരോ എല്ലാം കഴുകൽ പ്രാപിച്ച് തന്നെ परमेश्वर के चरणों में सदैव पवित्रता के साथ हम आगे बढ़ें. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. याकूब का पत्री 5वां अध्याय उसका 16वां आयत में हम इस प्रकार देखते हैं. इसलिए तुम आपस में एक दूसरे के सामने अपने अपने पापों को मान लो और एक दूसरे के लिए प्रार्थना करो, जिससे चंगे हो जाओ. धर्मी जन की प्रार्थना के प्रभाव से बहुत कुछ हो सकता है. അവിടെ എങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങൾ രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരു പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയുടെ പ്രാർത്ഥന
വളരെ ഫലിക്കുന്ന ഏലിയാവ് നമുക്ക് താമസമാണ്. ഇവിടെ വ്യക്തമായി പറയുകയാണ്, स्पष्ट रूप से कहते हैं എന്താ ഓർപ്പിച്ചല്ലോ, കഴികൾ പ്രാപിക്കുന്നില്ല എങ്കിൽ രോഗം പിടിക്കാനും ഒരൊറ്റ ആൾ തെറ്റിയാൽ മതി, അവിടെ എല്ലാം പകരാനുണ്ടാകും. प्यारों यदि हम प्रभु के लहू से पवित्र नहीं बनते हैं, प्यारों को हमारी जिंदगी में कई बार प्रभु न्याय आ सकता है. നമ്മുടെ വാക്കുകൾ, हमारे बातचीत, നമ്മുടെ പ്രവൃത്തികൾ, हमारे कार्य, നമ്മുടെ ജീവിതം, हमारी जिंदगी, നമ്മൾ മാമൂലുകളും പുരാതനമായ പൂർവികന്മാരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പലതും ശ്രദ്ധിക്കാറ്. हम कई बार हमारे पूर्वजों की और कई बातों को सोचते हैं. അതൊന്നും നമുക്ക് വേണ്ടത് അതല്ല, നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കും. प्यारों को प्रभु को पुकारते हैं. നമ്മുടെ ചിന്തയിൽ വേണ്ടാത്തൊന്നും കയറി വരാൻ പാടില്ല. हमारे विचारों में कोई गलत बात ना हो. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം, प्रभु के साथ साथ चलना, ദൈവത്തോട് കൂടെ ജീവിക്കണം, प्रभु के साथ जीवन बिताना, ദൈവത്തോട് കൂടെ ആയിരിക്കണം. നമ്മുടെ प्रभु के साथ हम रहे. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. हानोक परमेश्वर के साथ साथ चला. ഹാനോക്കിന് കഴിയാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? यदि हानोक से हो सकता तो हमसे क्यों नहीं हो सकता? നോഹയും ദൈവത്തോട് കൂടല്ലേ നടന്നു, പെട്ടകം പണിതു അല്ലേ? नोहा भी प्रभु के साथ रहा, उसने संदूक बनाया. മറ്റാരെ ഏൽപ്പിച്ചില്ലല്ലോ, നോഹയെ മാത്രമേ ഏൽപ്പിച്ചു. और किसी को नहीं, नोहा को प्रभु ने वो काम सौंपा. Praise the Lord. ഈ നാളുകൾ ദൈവിക വാഗ്ദത്തമാണ്. ये प्रभु का वायदा है. ഈ ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തിനുള്ളതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയും ചെയ്യാം. तू जब प्रभु के साथ साथ चलता है, प्रभु अपनी सब बातें तुझे सौंप देता है. Praise the Lord. Praise the Lord. വചനം നോക്കുമ്പോൾ ആദ്യമായി കാണുവാൻ കഴിയുന്നത് प्रभु विजन में इसको देखते हैं. ഇവിടെ നമ്മൾ വായിച്ചു, രോഗശാന്തികൾ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയും. यहाँ पे लिखा है कि तुम आपस में एक दूसरे से अपने अपराधों को मान लो और एक दूसरे के लिए प्रार्थना करो. പക്ഷെ നമുക്ക് തോന്നും നമ്മൾ പാപമൊന്നും ചെയ്യുന്നില്ല. कई बार हम अपने आप का आनंद लिया या सही लिया न्याय करते हैं और बोलते हैं मैंने कोई पाप नहीं किया. എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും നിലകളും ഇതിനോടെ കുറിച്ച് क्या लोग हमारे दिल के विचारों को प्रभु दूरी से समझता है. Praise the Lord. Praise the Lord. നമുക്ക് താഴെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കാണാൻ കഴിയും. താഴെ 51 സംഘത്തിനൊക്കെ കഴിയുമ്പോൾ അവിടെ വ്യക്തമായി കാണാൻ കഴിയും. पहले दाऊद के बारे में देखते हैं 51 बजे से दाम में अपने पापों को खुलकर और कबूल करते हैं. Praise the Lord. Praise the Lord. ദാവീദ് നിലമ്പാട് കരയുന്നത് കാണാൻ കഴിയും. दाऊद मुंह के बल करके प्रभु से हल लिया, प्रभु की दया मांगता है. ഞാനെപ്പോഴും പറയും, ദാവീദിനെ പോലെ പാപിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തെ മറന്നു കളഞ്ഞ ഇവൻ തെറ്റുപറ്റിയ ഒരു മനുഷ്യൻ വേറെ ഇല്ല. पहले मैं कई बार कहता दाऊद के समान प्रभु के इतने करीब है कि पाप किया दूसरा कोई व्यक्ति नहीं. ദാവീദിനൊരു ഗുണമുണ്ടായിരുന്നു. लेकिन दाऊद के अंदर एक खूबी था. ദൈവം അവനെക്കുറിച്ച് ഹൃദയപ്രകാരമുള്ളതാണ്. प्रभु ने बोला कि वो मेरे हृदय के अनुसार होता है एक व्यक्ति. അവൻ ദൈവസന്നിധിയിൽ അമർന്നു കിടന്നു, അവന് കരഞ്ഞ ദൈവത്തോട്. वो प्रभु के चरणों में मुंह के बल करके अपने पापों को कबूल किया. ഇവിടെ പ്രാണൻ വരെ ഭ്രമിച്ചു പോകുന്ന സങ്കീർത്തനത്തിൽ പറഞ്ഞത്. वहाँ पे हालेलुया वो कहते मेरे प्राण भी निकला जाता है. അസ്ഥിക്ക് കുഴപ്പമായെന്നാണ്. वो बोलते मेरे हड्डियों में हालेलुया कोई चैन नहीं. ഒരു പാപത്തിന്റെ കുഴപ്പം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുമോ? कई हालेलुया हमारे पाप की वजह से कई बार हमारी हड्डियां भी हालेलुया सड़ जाती है. പ്രാണന കുഴപ്പമുണ്ടാകുമോ? प्राण में भी हानि होता है. ഇവിടെ നമ്മുടെ കുഴപ്പങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ നിമിഷ നേരം കൊണ്ടൊന്ന് മാറിക്കും. या लोग हमारी सारी कमियों को हम जब कबूल करते हैं प्रभु हालेलुया सेकंड्स में हमको चकाई देता है. നമ്മുടെ ഭവനം തകർത്ത് നമ്മളെ തകർത്ത് നമ്മുടെ കുടുംബം തകർത്ത് മറ്റാരുമല്ല, നമ്മൾ തന്നെ. कई बार हालेलुया हम अपने आप को, हमारे परिवार को, हालेलुया हमारे समाज को नाश करने में हम स्वयं बन जाते हैं. നമ്മളൊന്ന് ഉണർന്നെഴുന്നേൽക്കേണ്ട കാലമായി. हम इन दिनों में जरा जाग उठे. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. ഇവിടെ പറയുമ്പോൾ തന്നെ തമ്മിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും. ये लोग आपस में बोले तो पति पत्नी से, पत्नी पति से. ഇന്ന് വിശുദ്ധ ദിവസമാണ്, ഞായറാഴ്ചയാണല്ലോ. आज हालेलुया पवित्र दिन है, आराधना का दिन है. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി? आज सुबह से आपके घर में क्या क्या बात हुआ? ക്ലിയർ ആയിട്ടാണോ ഇവിടെ വന്നത്? और प्रभु के शरण में आते समय में हालेलुया शुद्ध विवेक के साथ आए थे. ക്ലിയർ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ കയ്യാൻ പോക്കാമോ? बोले कितने लोग ये कह सकते हैं मैं शुद्ध विवेक के साथ प्रभु के चरणों में आया हूं? ആരെയും कोई नहीं. അപ്പം നിങ്ങളെല്ലാം ഇന്ന് എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ല. ऐसे होगा तो क्या लोग मेज कैसे लेते हैं? പവിത്ര മേശ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. हम इसको पवित्र मेज कहते हैं. അപ്പൊ ഇന്ന് ഈ ഇരിപ്പിനെ തിരുത്തുക. क्या लोग आप अब भी बैठ रहे हैं, उस अवस्था में अपने कमियों को कबूल करें, प्रभु से माफी मांगे. അനേകര് ബലഹീനരും മരണം വരെ സംഭവിക്കുന്നു. ആത്മീയ മരണത്തെ കുറിച്ച് പറയുന്നത്
क्या लोग वहाँ गुरुजी मिलकर कई लोग निर्बल हो गए, कई लोग हालेलुया जैसे हालेलुया सो भी गए, वो आत्मिक मृत्यु क्या हो जाता है। ഒരു മടങ്ങി വരും. हालेलुया लौट के माँ जाए, തമ്മിൽ തമ്മിൽ പാപങ്ങളെ आपस में अपने पापों को कबूल करें। മാതാപിതാക്കൾ മക്കളോട് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, माँ बाप ने ക്ഷമിക്കുക. बच्चों के खिलाफ कुछ किया तो बच्चों से माफी मांगे, കൂട്ടുകാരോട്, दोस्तों के विरोध में आपने कुछ किया तो उनसे माफी मांगे, അപ്പനോട് അമ്മയോട്, അമ്മായിയപ്പനോട് അമ്മായിയമ്മയോട്, माँ बाप से सास ससुर से यदि हमने कोई गलत बात किया तो हालेलुया माफी मांगे। നാട്ടുകാരോട് പിണക്കമുണ്ടെങ്കിൽ, यदि आपके हालेलुया ये सारे समाज के लोगों से आपको हालेलुया दिल में गुस्सा है तो ആരോടൊക്കെ നിനക്ക് दुनिया में किसी से भी आपको गुस्सा करना है, പിന്നെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കുക. जिसको जो देना है सब दे के खत्म करें। Praise the Lord. प्रेज द लॉर्ड। ഒരു പൂർണ്ണമായ കഴുകൽ നമ്മൾക്ക് വേണം. ये हालेलुया पवित्रता हमारे जीवन में चाहिए, അല്ലായെങ്കിൽ നമ്മൾ ഈ തിരുമേശയും കർത്താവിന്റെ ശരീരവും രക്തവുമാണ്. ഇത് നമ്മൾ ഭാഗമാകുമ്പോൾ प्यारे प्रभु के देह और लहू से जब हम भागी होते हैं, തന്നതാൻ ശോധന ചെയ്തിട്ട് വേണം. लिखा है कि अपने आप को जांच ले। വെറുതെ നമുക്ക് കൈവെക്കാനുള്ള അവസ്ഥയൊന്നുമില്ല. हालेलुया ये सभी साधारण समझ के इसमें हाथ न बढ़ाएं, അതിന് വരാനിരിക്കുന്ന ദോഷവശങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. उसमें आने वाले तकलीफों के बारे में हम याद रखें। Praise the Lord. അതുകൊണ്ട് നമ്മളൊന്ന് ഒരുങ്ങി നമ്മുടെ ഏത് വിഷയങ്ങളും ഏത് രോഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ അതിഭയാനകമായ അവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചു പോകുന്നു പറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നവർ വേറെ എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്. लोग मैंने अपनी जिंदगी में हालेलुया मृत्यु के पास पहुंचे हुए लोग भी उठ के चलते हुए देखा, അവരെ തിരുത്തിയിട്ടുണ്ട്. हालेलुया उन्होंने अपनी कमियों को कबूल किया, അവരുടെ കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. उनकी बात उन्होंने बताया, അവർ കിടക്ക വിട്ട് എഴുന്നേക്കുന്നതിന് अजय प्रभु ने उनको चंगा किया। Praise the Lord. प्रेज द लॉर्ड। ദൈവവചനം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റില്ല. അത് പ്രകാരം തന്നെ അനുസരിക്കണം. या लोग प्रभु के वचन से दे रहे हैं या बाएं नहीं मुड़ते उसको पालन करें, തെറ്റുപറ്റിയ നമുക്ക് ദൈവസനം ചെല്ലാം. गलतियां हो सकती है उसको कबूल करना हमारा फर्ज है। ദാവീദ് നിലമ്പാട് വീണ് കരയുന്നത് പോലെ दाऊद जैसे मुंह के बल करके अपनी गलतियों को कबूल किया, നഗരത്തിലൊരുവായി അകത്ത് ഞാൻ എപ്പന്തരിച്ചു എന്നൊക്കെ ദാവീദ് കരഞ്ഞുകൊണ്ട് ദൈവമുൻപാകെ കരയുന്ന അനുഭവം दाऊद आंसुओं के साथ प्रभु के चरणों में रोता है। നമ്മൾക്കും അത് എഴുതി വെച്ചിരിക്കുക. हमारे लिए भी ये सब लिख के रखा है, നമുക്കും വായിക്കാനും പഠിക്കാനും हम भी इसको पढ़ के समझें അനുസരിക്കാനും ഒക്കെ നമുക്കും നൽകുന്നുണ്ട്. और उसका लिया आज्ञा का पालन करें। Praise the Lord. प्रेज द लॉर्ड। ഇന്ന് ഈ നല്ല ദിവസം, വിശുദ്ധ ദിവസം, आज एक पवित्र दिन है, നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല ഉടമ്പടിയിലേക്ക്. प्रभु के साथ हालेलुया ये कन्या मिल मिलाप में आ जाए। Praise the Lord. प्रेज द लॉर्ड। തമ്മിൽ തമ്മിൽ ഏറ്റുപറഞ്ഞ് ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം വരും. एक दूसरे के लिए जो प्रार्थना करते हैं तो बीमार चंगे हो जाते हैं। അപ്പോൾ തീർച്ചയായിട്ടും രോഗം എത്ര ഒരു പ്രശ്നമുള്ളതാണെങ്കിലും നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റുപറഞ്ഞ് കരയുമ്പോൾ നമുക്ക് ദുരിതരായിട്ട്. प्रभु जब हम ये बीमारी कितना भी बड़ा क्यों न हो, जब हम अपने पापों को अंगीकार करके आइए एक दूसरे से आइए अपने पापों को अंगीकार करते और पहले प्रार्थना करते हैं तो प्रभु से छुड़ाता है। കർത്താവോട് നീതിമാന്റെ പ്രാർത്ഥനയെ കുറിച്ചോട് പറയാനാപ്പെട്ടു. पहले आगे का धर्मी जन की प्रार्थना से बहुत प्रभाव होता है। हालेलुया। ഒരിക്കലും ദൈവത്തെ അറിയുന്നവനെ ദൈവം കൈവിടത്തില്ല. परमेश्वर के पीछे जाने वालों को प्रभु कभी त्यागता नहीं। അവിടെ പറഞ്ഞ ഏരിയാവ് നമ്മൾ സമസമാനുള്ള മനുഷ്യനാണെന്ന് പറയും. वहाँ लिखा है एलिया भी हमारे समान सुख दुख भोगी मनुष्य। നമ്മളെ കുറിച്ചുള്ള എല്ലാ കുഴപ്പങ്ങളും ഏരിയാവിനും ഉണ്ടായിരുന്നു. हमारे जैसे हालेलुया अवस्था एलिया का भी था, നിരാശപ്പെട്ട് തീർച്ചയുടെ കീഴിൽ പോയി കിടക്കുകയും निराश होकर मृत्यु मांगा। ഓരോ സ്ത്രീയുടെ വാക്ക് കേട്ട് പിതാക്കന്മാരെ പോലെ അങ്ങ് മരിച്ചാൽ മതി. एक स्त्री का आवाज सुन के हालेलुया ये समझा मृत्यु मांगा। നമുക്ക് ചില രോഗം വരുമ്പോൾ നമ്മളും പറയാം അയ്യോ മരിച്ചാൽ മതിയായിരുന്നു. हमारे जीवन में कई बार बीमारियां हम बोलते हैं मर जाते तो अच्छा था, ആരേലും അങ്ങനെ പറഞ്ഞു ദൈവത്തോടും മനുഷ്യരോടും लेकिन किसी ने से बोला था प्रभु से प्रभु जी मुझसे गलती हुई माफ कर, തെറ്റ് പറ്റിപ്പോയി, गलती हुआ है, എന്റെ വാക്തത്വം പൂർത്തീകരിച്ചിട്ടില്ല. मेरा वायदा पूरा नहीं हुआ है, അത് പൂർത്തീകരിച്ച് ഞാൻ വിളിക്കുമ്പോഴേ ഞാൻ പോകുന്നത്. वो पूरा होने के बाद मैं हालेलुया प्रभु जब बुलाएगा तभी मैं जाऊंगा। 2018 ഞാൻ പൂനായി തന്നെ ഇവിടുന്ന് ബോഡി കൊണ്ടുപോകുന്നതായിട്ട് പലരും ദർശനം കിട്ടും. मुझे 2018 में हालेलुया ये सब मेरा बॉडी ले जाकर कहीं में दर्शन किया। ഞാൻ പേടിച്ചു വരച്ചൊന്നുമില്ല. मैं डरा नहीं, ആ ശക്തിയെ ഞാൻ ശാസിച്ചു. हालेलुया मैंने उस प्रकार के ताकत को डांट दिया। 2-3 മാസം വേറൊരാളുകൊണ്ട് ഞാൻ മരിച്ചുപോയി. ഇത് കാണും
और 2 दिन मैंने पहले दूसरे व्यक्ति ने देखा कि मैं इस दुनिया को छोड़ निकल गया। എനിക്കറിയാം എൻ്റെ സമയമായിട്ട് मुझे मालूम है कि प्रभु का ചില समय വാഗ്ദത്തങ്ങളുണ്ട് അത് क्योंकि പൂർത്തീകരിക്കും. कुछ वायदा अभी बाकी ആ है। ശക്തിയെ ഞാൻ ശാസിച്ചു. आगे उस अंधकार की ताकत को डांट दिया। എടാ വാഗ്ദത്തം പൂർത്തീകരിക്കാതെ എങ്ങനെ മരിക്കുന്നത് അല്ലേ? वायदा पूरा होने के पहले कैसे हम जाएंगे? Praise the Lord. Praise the Lord। നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. हमारे जीवन में भी ऐसा ही है। വാഗ്ദത്തത്തിന് തടസ്സമായി അനേക പ്രശ്നങ്ങളും അനേക രോഗങ്ങളും അനേക കാര്യങ്ങളും കടന്നു വരുമ്പോൾ वायदा के विरोध में कई बातें जब आता है, അതോർത്ത് ഭയപ്പെടരുത്. इसके बारे में चिंता न करें। ഞാൻ ദൈവത്തിന്റെ മകനാണ്, ओ मैं परमेश्वर का ഞാൻ संतान हूं, ദൈവത്തിന്റെ മകളാണ്. मैं प्रभु की बेटी हूं। എന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. मुझे शैतान छू नहीं सकता। ആമേൻ. ഹല്ലേലൂയ. हालेलुया। ജനനവും മരണവും ഒക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. जीवन और मृत्यु प्रभु के हाथ में है। പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ്. शैतान के हाथ से हमने बलपूर्वक लिया है। ആമേൻ. आमीन। അവന്റെ കയ്യിലായിരുന്നു മുമ്പ്, എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് കർത്താവ് പിടിച്ചു വാങ്ങി. उसके हाथ में था लेकिन प्रभु ने उसके हाथ से जबरदस्ती लिया है। കാൽവറിയിലെ മരണത്തോടെ അത് പിടിച്ചു വാങ്ങി. कालवरी पर उसके सर को कुचल कर उसका सारे आगे लिया, इस हाथ को ले ഇതെല്ലാം लिया। എന്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുക. सब कुछ मेरे प्रभु ने ले लिया। നമ്മൾക്കുള്ളതല്ലാതെ जो हमारा है അത് കർത്താവ് ചെയ്തോളും. वो प्रभु करेगा। ആമേൻ. സാത്താനുള്ളതല്ലത്. वो शैतान कुछ नहीं कर सकता। ആമേൻ. സാത്താനിനെ തകർക്കാൻ കഴിയത്തില്ല. शैतान को नाश नहीं कर सकता। ഒരു ആഭിചാരത്തിനും ഒരു മന്ത്രത്തിനും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും തകർക്കാൻ കഴിയത്തില്ല. कोई जादू टोना तुझे नाश नहीं कर सकता। ഈ ദൈവസ്വരം ക്ലിയർ ആയ तू प्रभु की चरणों में अपने आप को नम्र और दीन कर। തിരുത്തിയാ മതി. अपने आप को नम्र और दीन कर। ആമേൻ. പാപത്തെ കുറിച്ച് ബോധം വന്നാൽ മതി. पाप के बारे में हमें याद रहे। പരിശുദ്ധാത്മാവിനെ ഒന്ന് പ്രാപിച്ചെടുക്കണം. पवित्र आत्मा की तरफ पा ले। നീ തന്നെ എന്നെ നടത്തണം കർത്താവേ. प्रभु से कहे तू मुझे चला, നിന്റെ ആത്മാവിനാൽ എന്നെ നടക്കണം. तेरे पवित्र आत्मा के द्वारा मुझे भर दे। എത്ര പേർക്ക് പറയാൻ കഴിയും? कितने लोग बोल सकते हैं? എത്ര പേർ സന്തോഷത്തോടെയാകും? कितने लोग आज खुश हैं? അവയെ നമ്മൾ ആറാം സംഘത്തിൽ ദാവീദ് സൗഖ്യമാക്കണം ഞങ്ങൾ. हालेलुया। सब छठवें वचन में कहा तू मुझे चंगा कर। നമ്മള് യാക്കോബിനും പറഞ്ഞ സൗഖ്യത്തെ കുറിച്ചാണ്. याकूब के पत्र में चंगाई के बारे में लिखा। ഈ ഇരിക്കുന്ന ഇരിപ്പിൽ എത്ര പേർക്ക് വിടുതൽ പ്രാപിക്കുന്നു? हालेलुया। यहाँ बैठे हुए कितने लोग छुटकारा चाहते हैं? അവൻ ഒരു നല്ല ആൾക്കാർ രോഗത്തിലെ ഭാരപ്പെടുക. कई लोग बीमारी से जूझ रहे हैं। നിങ്ങൾ ദൈവത്തോടൊന്ന് കരയണം. ഇപ്പോഴും वो अभी प्रभु के चरणों में बीमारी से जूझ से पहले प्रभु से प्रार्थना करें। മാരകമായ രോഗമായിരിക്കട്ടെ, बीमारी कितना ही बड़ा क्यों न हो, സർജറി ആയിരിക്കട്ടെ, हालेलुया, चाहे उसके लिए ऑपरेशन നിന്റെ चाहिए, കുടുംബത്തിന്റെ വിഷയമായിരിക്കട്ടെ, तेरे परिवार की बात क्यों न हो, സാമ്പത്തികമായ ഞെരുക്കമായിരിക്കട്ടെ, धन संपत्ति की बात क्यों न हो, ഏത് തന്നെയാണെങ്കിലും എന്റെ കർത്താവിനെ सब बातों को ठीक करने के लिए मेरा परमेश्वर राज्य समर्थ है। പ്രാർത്ഥിച്ചേ. നീ തന്നെ പ്രാർത്ഥിരേ. तो खुद प्रार्थना ഞാൻ करो। നിങ്ങളെ ആരുടെ തലയെ കൈവെക്കുന്നാൽ നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രാർത്ഥിരേ. हालेलुया। मैं किसी से बात नहीं रखा, तुम स्वयं अपनी आंखों को बंद करो, प्रार्थना करो। അമ്മേ നിന്റെ ആത്മാവിനെ പകരണം കർത്താവേ. प्रभु से कहते रहे आत्मा मेरे पर उंडेल दे प्रभु। ഞാൻ എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് വെക്കുകയാണ്. मैं सब कुछ अपने हाथों में सौंप देता हूँ। ഞാൻ ക്ഷമിക്കാനുള്ളതെല്ലാം ക്ഷമിക്കുകയാണ്. मैं सबको माफ करता हूँ। എന്നെ ഒന്ന് കഴുകണമേ. मुझे धो के शुद्ध कीजिए। ഞാൻ പ്രാർത്ഥിച്ചേ. प्रार्थना कीजिए। എന്നിട്ട് നിന്റെ ശരീരത്തെ തൊട്ട് നോക്ക്. നിന്റെ उसके बाद अपने शरीर को ശരീരത്തെ स्पर्श करें, ആ രോഗം അവിടെ ഉണ്ടോ എന്ന് നോക്ക്. वो बीमारी है कि चेक करो, और निकल जाएगा। Praise the Lord. Praise the Lord। എന്റെ കർത്താവ് വിടുവിക്കാൻ മതിയായിരുന്നു. मेरा परमेश्वर छुड़ाने के लिए समर्थ है। Praise the Lord. നമ്മുടെ ദേശത്തെ വിടുവിക്കാൻ മതിയായിരുന്നു. हमारे देश को छुड़ाने के लिए समर्थ है। ഈ ദേശത്തുള്ള അനേകരെ വിടുവിക്കാൻ മതിയായിരുന്നു. इस देश के कईयों को छुड़ाने के लिए समर्थ है। നിങ്ങളുടെ ജീവിതത്തിന്റെ ഭവനത്തിന്റെ സ്ഥിതിയെ മാറ്റത്തിലാണ്. तेरे घर के व्यवस्था को बदल देगा। ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. मैं प्रभु आपको बहुत ऐसा आशीष है, मैं आगे नहीं जाता हूँ। പൂർണ്ണമായ ദൈവത്തിനുള്ള തീരുമാനത്തോടെ മുമ്പോട്ട് പോകാൻ തക്കനോടെ ആകട്ടെ. प्रभु के चरणों में निश्चय के साथ आगे बढ़े। Praise the Lord. ദൈവത്തിനെ വിടുവിക്കട്ടെ. प्रभु आप सबको छुटकारा दे। ദൈവത്തിന് ധാരാളമായി പകർന്നു തരികയാണ്. हालेलुया। प्रभु का आत्मा आपके ऊपर बहुत आसन करे। ഈ വചനങ്ങൾ ദൈവം നൽകട്ടെ. इन वचनों के ऊपर आशीष